രണ്ടാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഇന്ന് 4 വർഷം പൂർത്തിയാകുന്നു. അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ നടപ്പിലാക്കിയ സർക്കാരാണ് LDF സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടു. നെടുമ്പാശ്ശേരി സിയാൽ ലോഞ്ചിൽ കേക്ക് മുറിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 4ാം വാർഷികം ആഘോഷിച്ചു. പ്രതിപക്ഷം ഇന്ന് കരിദിനം ആചരിക്കുന്നു. അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ നടപ്പാക്കിയ സർക്കാരാണ് പിണറായി സർക്കാർ. 4ാം വാർഷികത്തിന്റെ പ്രചരണ വാചകം ഇതാണ്. ദേശീയപാതയാണ് പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. 3ാം തുടർഭരണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം കേരളത്തിലുടനീളം നടത്തുന്നത്. വിഴിഞ്ഞവും ദേശീയപാത വികസനവുമാണ് LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രചാരണ അജണ്ട. ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതും ലൈഫ് മിഷനും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും എല്ലാം പ്രചാരണത്തിന്റെ ഭാഗമായി LDF ഉയർത്തി കാണിക്കുന്നുണ്ട്. ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി കോഴിക്കോട്ട് വാർത്താ സമ്മേളനം നടത്തി. UDF സർക്കാരിന്റെ കടുത്ത അലംഭാവം കാരണം വഴിമുട്ടി നിന്നിരുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ദേശീയപാത വികസനം. ആ ദേശീയപാത വികസനം LDF സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് UDF സർക്കാർ ഉപേക്ഷിച്ച ഗെയിൽ പൈപ്പ് ലൈൻ ജനങ്ങളുടെ ആശങ്കകളെല്ലാം ദൂരീകരിച്ച് ആ പദ്ധതിയും പൂർത്തീകരിച്ചു. നെടുമ്പാശ്ശേരി സിയാൽ ലോഞ്ചിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേക്ക് മുറിച്ച് വാർഷികം ആഘോഷിച്ചു. കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയ ശേഷവും മാധ്യമപ്രവർത്തകർക്കൊപ്പം മുഖ്യമന്ത്രി കേക്ക് മുറിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിലുണ്ടായ വിവാദങ്ങൾക്കൊന്നും ഇടതുമുന്നണി ചെവി കൊടുക്കുന്നില്ല. അതേസമയം സർക്കാരിന്റെ വാർഷിക ദിനം UDF കരിദിനമായി ആചരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ പാലക്കാട് നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മുതലാളിത്ത മനോഭാവവും തീവ്ര വലതുപക്ഷ സ്വഭാവവുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.